guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് Ayurveda Kumkumadi range-നെ പറ്റിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ഒരു 45-50 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് Ayurveda ഈ ഒരു Kumkumadi range മാത്രമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാലോ Ayurveda as a brand ഒരു ആയുർവേദിക് ബ്രാൻഡാണ്, ആയുർവേദിക് സ്കിൻ കെയർ ബ്രാൻഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു 2 മാസം ഈ ഒരു സ്കിൻ കെയർ ജേണി ഞാൻ ആസ്വദിച്ച് ചെയ്ത ഒരു ജേണിയാണ്. കാരണം ഇതിലത്തെ ഓരോ ദിവസവും ആ ഒരു സാഫ്രോണിൻ്റെ മണം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ എൻജോയ് ചെയ്ത് ഓരോ ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 45-50 ഡേയ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതിൽ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് വേറെ പ്രൊഡക്റ്റുകളുടെ ഒപ്പം മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ടെക്സ്ചർ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ട് ഈ ഒരു റേഞ്ചിനെ പറ്റിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. വീഡിയോ മുഴുവൻ കാണും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. Ayurveda കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലേഴ്സ് ഉണ്ട്. മെയിൻ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് അവരുടെ കുങ്കുമാതി ഓയിൽ. പിന്നെ വരുന്നത് അവരുടെ റോസ് വാട്ടർ, ലാവൻഡർ വാട്ടർ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ആ ഒരു അതിൽ ഈ ഒരു കുങ്കുമാതി തൈലം എക്സ്പാൻഡ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു കുങ്കുമാതി റേഞ്ച് അവർ ഇറക്കിയിരിക്കുന്നത്. ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ 10-15 പ്രൊഡക്റ്റൊന്നുമില്ല, ആകെ 6 പ്രൊഡക്റ്റേ ഉള്ളൂ. അതിൽ 5 പ്രൊഡക്റ്റും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 6 പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രബ് ഉണ്ട്, ഒരു ഫേസ് സ്ക്രബ് ഉണ്ട്. ആ ഫേസ് സ്ക്രബ് എൻ്റെ കയ്യിലില്ല. ബാക്കിയുള്ള 5 പ്രൊഡക്റ്റുകളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് ഒരു എസൻസ് ഉണ്ട്, ഒരു ടോണർ, എസൻസ് കം ടോണർ ഉണ്ട്, ഡേ ക്രീം, നൈറ്റ് ക്രീം, പിന്നെ മെയിൻ ആയിട്ടുള്ള അവരുടെ കുങ്കുമാതി ഓയിലുണ്ട്, പിന്നെ ഒരു കുങ്കുമാതി ക്ലൻസിങ് ഓയിലുണ്ട്. ഞാൻ പറഞ്ഞു അവർക്കൊരു ഫേസ് വാഷ് ഇല്ല എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആയുർവേദത്തെ തന്നെ 2 ഫേസ് വാഷ് മാറിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് കഴുകും. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ആദ്യത്തെ പ്രൊഡക്റ്റ് കുങ്കുമാതി റേഞ്ചിൽ വരുന്നത് ഈ ഒരു എസൻസ് ആണ്, ടോണറായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാം. ഇതിൻ്റെ ഫുൾ പേര് Ayurveda Kumkumadi Brightening by Face Essence. നമുക്ക് 2 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് 12 ml 30 ml നമുക്ക് അവൈലബിൾ ആണ്. 12 ml ആണെങ്കിൽ 995 rupees ആണ്, 30 ml ആണെങ്കിൽ 2295 rupees ആണ് വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ പോലെ സാഫ്രോൺ ആണ്, കാശ്മീരി സാഫ്രോൺ ആണ്, കുങ്കുമം. അതല്ലാതെ അവർക്ക് ലിക്കറിഷ് ഉണ്ട്, പിന്നെ അലോവേര ജ്യൂസാണ് അതിൽ മെയിൻലി ഉള്ളത്. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പ്രേ ചെയ്ത ശേഷം ഞാൻ എൻ്റെ ഡേ ക്രീം അപ്ലൈ ചെയ്യും. Ayurveda Kumkumadi Illuminating and Skin Perfecting Day Cream. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, റീൽ ഇട്ടിട്ടുണ്ട്, പിന്നെ സ്റ്റോറീസിൽ കുറേ പ്രാവശ്യം ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ നമുക്ക് കുറേ കൂടെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കറണ്ട് സ്കിൻ കെയർ റൂട്ടീൻ എന്താണ്, പ്രോഡക്ട്സുകൾ എന്താണ്, എൻ്റെ ഡെയിലി ലൈഫ് എന്താണെന്നുള്ള കുറച്ചുകൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ കൊടുക്കാം, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ ഒരു ക്രീം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്രീമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അവരുടെ 2 ക്രീമുകളും എന്താ മണം അറിയോ, തുറന്നാൽ തന്നെ സാഫ്രോണിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ യൂസ് ചെയ്തതിൻ്റെ ഗുണവും നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടോ. അപ്പോൾ അവരുടെ ഈ ഒരു ഡേ ക്രീം നമുക്ക് 2 സൈസിൽ വരുന്നുണ്ട്. ഒന്ന് 25 ഗ്രാമും ഒന്ന് 50 ഗ്രാമും വരുന്നുണ്ട്. 25 ഗ്രാമിന് റേറ്റ് വരുന്നത് 1695 rupees ആണ്, 50 ഗ്രാമിന് 2995 rupees ആണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇത് രാവിലെ യൂസ് ചെയ്യേണ്ട മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ പോലെ സാഫ്രോൺ തന്നെയാണ്, കുങ്കും, പിന്നെ അവർക്ക് ലിക്വറിഷ് പൗഡറുണ്ട്, മെഡാർ പൗഡറുണ്ട്, അതേമാതിരി വെറ്റിവേർ ഉണ്ട്, ലോട്ടസ് ഫ്ലവർ ഉണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മോയ്സ്ചറൈസർ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അറിയാലോ, ശരിക്കും ഇതൊരു എന്താ പറയുക, വെള്ളം തേക്കുന്ന മാതിരി അത്രയും മോയ്സ്ചറൈസ്ഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ഇല്ല. ഓക്കെ, ഈ വൈകുന്നേരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് അപ്ലൈ ചെയ്താലും മേക്കപ്പ് അപ്ലൈ ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു ക്ലെൻസിങ് ഓയിൽ വേണം. അവർക്ക് ഫേസ് വാഷ് ഇല്ലെങ്കിലും ഒരു ക്ലെൻസിങ് ഓയിലുണ്ട്. പിന്നെ ഞാൻ ഡേ ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ഏതെങ്കിലും സൺസ്ക്രീൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഈ ഒരു Ayurveda ഈ ഒരു കുങ്കുമാതി റേഞ്ചിൽ അവർക്ക് സൺസ്ക്രീൻ ഇല്ല. ഓക്കെ, ലൈറ്റ് മെന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ വൈകുന്നേരത്തെ മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഞാൻ ഈ ഒരു ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുഖം കഴുകുന്നത്. ഞാനിത് മുന്നേയും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യം ഞാൻ യൂസ് ചെയ്തത് തെറ്റായിട്ടാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതിനെ യൂസ് ചെയ്യേണ്ട രീതിയിൽ ഈ ഒരു ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വേറെ ഫേസ് വാഷ് ആവശ്യമില്ല. നമ്മൾ ഡബിൾ ക്ലെൻസിങ് മെത്തേഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഇതെല്ലാം ഈ ഒരു കുപ്പിയിൽ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്തിട്ട് ഞാനൊരു 5-6 പമ്പ് എടുക്കാറുണ്ട്. മേക്കപ്പ് ഉണ്ടെങ്കിൽ ഒരു 8 മുതൽ 10 പമ്പ് വരെ എടുക്കും, മുഖത്തിനും കഴുകിനും കൂടെ ചേർത്തിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പമ്പ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും മുഖത്തും കഴുത്തിലും നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം ഒന്നല്ലെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓയിൽ മാറിയിട്ട് നല്ല സോപ്പ് ഫേസ് വാഷ് മാതിരി നല്ല സോപ്പായിട്ട് മാറും, പത വരും. നന്നായിട്ട് മസാജ് ചെയ്ത് 1-2 മിനിറ്റ് വീണ്ടും നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം കഴുകാം. മുഖം നല്ല ക്ലീൻ ആയിട്ട് വരും. ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് വാട്ടർ പ്രൂഫ് മസ്കാര അടക്കം നമുക്ക് ക്ലീൻ ആയിട്ട് വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരു സ്ട്രിപ്പ് പോലും മേക്കപ്പിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവില്ല. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറയാം. അവരുടെ ക്ലെൻസിങ് ഓയിൽ ഫുൾ പേര് കുങ്കുമാതി, Ayurveda Kumkumadi ക്ലാരിഫയിങ് ആൻഡ് ബ്രൈറ്റനിങ് ക്ലെൻസിങ് ഓയിൽ. നമുക്ക് 2 സൈസിൽ വരുന്നുണ്ട്. 50 ml 100 ml ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ 2 വർഷം മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2-3 പ്രാവശ്യം കഴുകും കണ്ണെരിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുങ്കുമാതി റേഞ്ചിൽ മെയിനായിട്ടുള്ള ഓർമ്മിക്കേണ്ട കാര്യം, ഒന്ന് കണ്ണിൽ പോയി കഴിഞ്ഞാൽ കണ്ണെരിയും കേട്ടോ. നമുക്ക് കണ്ണിൽ പോകാതെ മാക്സിമം നോക്കുക. പക്ഷേ നമുക്ക് കണ്ണിന് ചുറ്റും തേക്കാം, കണ്ണിൻ്റെ ഉള്ളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 50 ml റേറ്റ് വരുന്നത് 1195 റുപ്പീസും 100 ml 2195 റുപ്പീസുമാണ് വരുന്നത്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവരുടെ സാഫ്രോൺ, ലിക്കറിഷ്, ഇന്ത്യൻ മഡ, സെൻട്രൽ ഏഷ്യാറ്റിക്ക ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. വളരെ വളരെ നല്ല ഒരു ക്ലെൻസിങ് ഓയിലാണ്. അറിയാമല്ലോ, ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഓക്കെ, ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ ഡയറക്റ്റായിട്ട് പോകുന്നത് അവരുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുങ്കുമാതി തൈലം തന്നെയാണ്. ഇത് അവരുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണ്, സ്റ്റാർ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ എല്ലാം, സൺ ടാൻ എല്ലാം പോകാൻ ഇത് പെർഫെക്റ്റ് ആണ്. രാത്രി മാത്രം യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ് ഇത്. രാവിലെ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എസൻസ് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് ഈ കുങ്കുമാതി ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം ഞാൻ ഡീറ്റെയിൽസ് വായിക്കാം. നമുക്ക് പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ആദ്യം വാങ്ങിയത് കുഞ്ഞു ബോട്ടിലാണ്. ഇതൊരു 10 ദിവസം നിൽക്കുള്ളൂ. പിന്നെ കുങ്കുമാതി ഓയിൽ പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ കുങ്കുമാതി ഓയിൽ ആയതുകൊണ്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് പറഞ്ഞാൽ ഈ വലിയ ബോട്ടിലിന് ഏകദേശം 7000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 3 സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഈ കുഞ്ഞു ബോട്ടിൽ, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ എൻ്റെ കയ്യിലുള്ള പോലത്തെ വലിയ ബോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫുൾ പേര് Ayurveda Kumkumadi ഫേസ് ഓയിൽ ആയുർവേദിക് നൈറ്റ് സെറം എന്നും അവർ വിളിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 3 റേഞ്ചിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, 3 സൈസിലാണ് നമുക്ക് കിട്ടുന്നത്. 3 ml റേറ്റ് 995 റുപ്പീസ്. പിന്നെ എപ്പോഴുള്ളൊരു റേഞ്ചാണ് 12 ml പ്രൊഡക്റ്റ്. അതിന് റേറ്റ് വരുന്നത് 12,495 റുപ്പീസാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് 30 ml ആണ്, 7,495 റുപ്പീസാണ്. ഇപ്പോൾ ദീപാവലി ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഓഫർ പ്രൈസിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇതിൽ ഡാർക്ക് സ്പോട്ട്സ് പോകാനും മുഖം ബ്രൈറ്റൻ ചെയ്യാനും അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് ബെസ്റ്റാണ്. പിഗ്മെൻറ്റേഷനും ഈ ഒക്കെ പോകാൻ വളരെ നല്ലതാണ്. പിന്നെ ആയുർവേദിക് പ്രൊഡക്റ്റാണ്. എല്ലാ പ്രൊഡക്ട്സും ഈ ആയുർവേദിക് പ്രൊഡക്ട്സ് അവർ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഏകദേശം 28 ഡേയ്സ് വേണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ എൻ്റെ റിസൾട്ട് വരുള്ളൂ എന്നുള്ളത് അവർ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം 40-45 ഡേയ്സ് സമയം എടുത്തത് നിങ്ങൾക്ക് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏകദേശം 14 ആയുർവേദിക് ഇൻഗ്രീഡിയൻസിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. കുങ്കുമം, സാഫ്രോൺ, മെയിൻ ആയിട്ടുള്ള സാഫ്രോൺ അല്ലാതെ സാൻറ്റല, മുളൈത്തി, സാഫ്രോൺ, വെറ്റിവേർ, മഞ്ചിഷ്ട, ബനിയൻ ലീവ്സ് നമ്മുടെ ആലിൻ്റെ ഇലയാണ്. അങ്ങനെയുള്ള 14 ആയുർവേദിക് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കോൺസെൻട്രേഷനാണ് ഈ ഒരു
മിറാക്കിളസ് ഓയിൽ എന്ന് തന്നെ വിളിക്കണം. ഈ ഒരു കുങ്കുമാതി ഓയിൽ വേറെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി നോക്കൂ. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 10 ദിവസത്തേക്ക് ഈ കുഞ്ഞു പ്രോഡക്റ്റ് കറക്റ്റായിരിക്കും. 10 ദിവസം പോരാ, ഞാൻ പറഞ്ഞ പോലെ ഒരു 28 days എങ്കിലും സമയം വേണം. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ബോട്ടിലായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അതൊരു മാസത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തും. ഒരു 3-4 ഡ്രോപ്പ് മതി. 2 കവളിലേക്ക് 1 ഡ്രോപ്പ്, നെറ്റിയിലേക്ക് 1 ഡ്രോപ്പ്, ഈ ഒരു ചുണ്ടിൻ്റെയും മൂക്കിൻ്റെയും ഭാഗത്തേക്ക് 1 ഡ്രോപ്പ്, ഇത്രയും 4 ഡോട്ട് മതി മൊത്തം ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സൂപ്പർ പ്രോഡക്റ്റാണ്. എന്താ പറയുക, എനിക്കൊരു ഉമ്മ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ലിപ്സ്റ്റിക് ആകും. അതുകൊണ്ട് അത്ര നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ആദ്യം ഞാൻ തേക്കുന്നത്. നിങ്ങൾക്ക് 2 രീതിയിൽ തേക്കാം. മോയ്സ്ചറൈസറിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാം, അല്ല ഇതാദ്യം അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഫിനിഷ് ചെയ്യുന്നത് അവരുടെ റേഞ്ചിൽ തന്നെ വരുന്ന കുങ്കുമാതി നൈറ്റ് ക്രീമാണ്. ഇതിൻ്റെ പേര് ആയുർവേദ കുങ്കുമാതി റെജുവിനേറ്റിംഗ് ആൻഡ് ബ്രൈറ്റനിങ് നൈറ്റ് ക്രീം. ഇത് രാവിലത്തെ മോർണിംഗ് ക്രീം മാതിരിയല്ല, കുറച്ചുകൂടെ ഭയങ്കര ക്രീമിയാണ്, കുറച്ചുകൂടെ ഹെവിയാണ് കേട്ടോ. ഈ ഒരു ക്രീം വളരെ കുറച്ച് മതി. കണ്ടല്ലോ, നൈറ്റ് ക്രീം ഞാൻ കുറച്ചുകൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് സ്കിൻ കെയർ ചില സമയത്തൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇത് 2 മാസം അല്ല കേട്ടോ, അതിൽ കൂടുതലായി ഞാൻ വാങ്ങിയിട്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ യൂസ് ചെയ്തിരിക്കുന്ന പോലെ കാണുന്നത്. ആദ്യം ഞാൻ വാങ്ങിയത് നൈറ്റ് ക്രീം മാത്രമാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ യൂസ് ചെയ്ത മാതിരി ഉള്ളത്. ഈ ഒരു നൈറ്റ് ക്രീമും നമുക്ക് 3 സൈസിൽ വരുന്നുണ്ട്. 8 gram വരുന്നുണ്ട്, 25 gram വരുന്നുണ്ട്, 50 grams വരുന്നുണ്ട്. 8 ഗ്രാമിന് 625 rupees-ആണ്, 25 gramsന് 1795 rupees-ആണ്, 50 ഗ്രാമിന് 3295 rupees-ആണ്. ഇതിലും മെയിൻ ഇൻഗ്രീഡിയൻസ് അലോവേര, മുളൈറ്റി, സാഫ്രോൺ, മഞ്ചിഷ്ടയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ടെക്സ്ചറും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര മസാജ് ചെയ്താലും മസാജ് ആവാത്ത മാതിരി പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ സ്കിൻ അബ്സോർബ് ആവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 പ്രൊഡക്റ്റുകൾ. ഞാൻ പറയാത്ത ഒരു പ്രൊഡക്റ്റ് അവരുടെ ഫേസ് സ്ക്രബാണ്, കുങ്കുമാതി ഫേസ് സ്ക്രബ്. ഞാനൊരു സാമ്പിൾ ജസ്റ്റ് ഒന്ന് കടയിൽ പോയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വലിയ ഹാർഷായിട്ടുള്ള ഒരു സ്ക്രബായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ മുഖത്ത് സ്ക്രബ് തേക്കാത്തതുകൊണ്ട് വാങ്ങിയില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും വാങ്ങി നോക്കൂ. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു അവരുടെ കുങ്കുമാതി തൈലം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും വാങ്ങിയത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 2 മാസമായിട്ട് എൻ്റെ സ്കിൻ കെയർ ജേർണി തന്നെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ ജേർണിയാണ്. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ റിസൾട്ട് എന്തായാലും കാണും. ഞാൻ പറഞ്ഞ പോലെ ആയുർവേദിക് സ്കിൻ കെയർ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.